മടപ്പള്ളി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1997-99 പി.ഡിഗ്രി സയൻസ് ബാച്ച് അലുമിനി അസോസിയേഷൻ കോളേജ് ക്യാമ്പസിന് സമർപ്പിക്കുന്ന ബേർഡ്സ് കോർണർ തിങ്കളാഴ്ച കോളേജിന് കൈമാറുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്യം നിന്നു പോകുന്ന സസ്യങ്ങളെ കുട്ടികൾക്ക് ഉപയോഗപ്രദമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ക്യാമ്പസിലെ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോയ കാട് മൂടിയ സ്ഥലം ഹരിത സമൃദ്ധമാക്കിയത്. ഒരു വർഷം മുൻപ് നട്ടുവളർത്തിയ 45ഓളം സസ്യങ്ങൾ 1 മീറ്ററിലേറെ വളർന്നു കഴിഞ്ഞതോടെയാണ് കോളേജിന് സമർപ്പിക്കുന്നത്. രാവിലെ 10:30 മന്ത്രി A.K. ശശീന്ദ്രൻ കോർണർ കോളേജ് അധികൃതർക്ക് കൈമാറും. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ ഡോക്ടർ വി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി ദിലീപ്, എൻ സുനിൽ, സി രജീഷ്, വി കെ വിജേഷ് എന്നിവർ പങ്കെടുത്തു. മടപ്പള്ളി കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും മനസ്സിലുള്ളതാണ് ആ ഒരു ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടും അക്കേഷ്യ മരങ്ങളാണ്. അക്കേഷ്യ മരങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അക്കേഷ്യ മരങ്ങളുടെ അതൊരു അധിനിവേശ ചെടിയാണ്. അതിൻ്റെ താഴെ മറ്റുള്ള ചെടികൾക്ക് വളരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സ്ഥലം കോളേജിൽ സമീപിച്ചപ്പോൾ ക്യാൻറ്റീയുടെ സൈഡിലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പഴയ ബിൽഡിംഗ് ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പെട്ടെന്നൊരു ചെടി നട്ടു പോകുന്നതിന് പകരം നമ്മളവിടെ ആ ഒരു ചെടികൾക്ക് വളരാനുള്ളൊരു സാഹചര്യം 1 മാസത്തോളം എടുത്തിട്ടാണ് അവിടെ ഒരുക്കിയത്. അതിനുശേഷമാണ് നമ്മുടെ അന്യം നിന്ന് പോകുന്ന ചെടികൾ, ഒരുപാട് ചെടികളുണ്ട്. നമ്മളിപ്പോൾ കൂടുതലായിട്ടും നഴ്സറികളിൽ നിന്ന് ആശ്രയിക്കുന്ന ചെടികൾക്ക് പകരം നമ്മുടെ അമ്പഴവും നമ്മുടെ ഇലഞ്ഞിയും അതുപോലെ കായാമ്പൂവും പക്ഷികൾ ആശ്രയിക്കുന്ന സ്വർണ്ണപത്രിയും അങ്ങനെയുള്ള ചെടികളാണ് നമ്മളിവിടെ നട്ടതിന് ശേഷം നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ് എല്ലാം നടാൻ എല്ലാവർക്കും കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങ് കാര്യങ്ങളൊന്നും നമ്മളൊരു ന്യൂസിലോ റിപ്പോർട്ടിലോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ആ ഒരു ഏരിയ ഒരു കോൺക്രീറ്റ് വേസ്റ്റൊക്കെ ഉള്ള അധിനിവേശ സസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു 17 സെൻറ്റ് സ്ഥലം ഇപ്പോൾ പക്ഷികൾക്ക്, കാരണം വൈകിട്ട് അവിടെ പോയാൽ കാണാൻ പറ്റും. നമ്മൾ ചെടികളിൽ ഒരു പ്രത്യേക സെലക്ഷൻ ശ്രദ്ധിച്ചിരുന്നു. കൂടുതലും അത് ഏതൊക്കെ രീതിയിൽ ആ മണ്ണിന് യോജിച്ച് അതുപോലെ വളരാൻ പെട്ടെന്ന് സാധ്യതയുള്ള ആ രീതിയിലുള്ള ചെടികളും അതിന് നമ്മൾ ഇതായിട്ട് തന്നെ അതിന് വേണ്ട വളങ്ങളൊക്കെ നൽകിക്കൊണ്ട് എല്ലാ ചെടികളും നമ്മൾ നട്ട 43 ചെടികളും അവിടെ വളർന്ന് ചിലതൊക്കെ 2 മീറ്റർ ഒക്കെ പോയ ചെടികളായിട്ടുണ്ട്. 1 മീറ്ററിൻ്റെ മുകളിലായി. ഇപ്പോൾ അവിടെ ആ ഒരു ഏരിയ ഇപ്പോൾ അത്യാവശ്യം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഏരിയ ആയിരുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ അവിടെ വരാൻ തുടങ്ങി. അതുമാത്രമല്ല വൈകിട്ടൊക്കെ അവിടെ നമുക്ക് സൈലൻ്റായിട്ട് വാച്ച് ചെയ്താൽ പക്ഷികളെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ചെടികൾ കായകൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ നമ്മളെ ഒരു ലക്ഷ്യം അതായിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം നിൽക്കുമ്പോൾ നമ്മുടെ കോളേജിന് എന്തെങ്കിലും ചെയ്യണം,